വെൽക്കം ടു ഒ ഇ ടി വിത്ത് ആമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എവിടെയൊക്കെ ക്യാപിറ്റലൈസേഷൻ ചെയ്യണം എന്നുള്ളതാണ്. കുറേ സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ് നമ്മളിപ്പോൾ ലെറ്റർ എഴുതുമ്പം ഏതൊക്കെ ലെറ്റേഴ്സ് ക്യാപിറ്റൽ എഴുതണം, ഏതൊക്കെ ലെറ്റേഴ്സ് സ്മോൾ ലെറ്ററിൽ എഴുതണം എന്നുള്ളത്. അപ്പം ഇന്ന് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ഇൻഫോർമേഷനാണ് തരാൻ പോകുന്നത്. ക്യാപിറ്റലൈസേഷൻ എവിടെയൊക്കെയാണത്, ഫസ്റ്റ് ലെറ്റർ എവിടെയൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യണം. ഫസ്റ്റ് വൺ, മെഡിക്കേഷൻ ആൻഡ് ഡിസീസസ്. മെഡിക്കേഷൻ എന്ന് പറയുമ്പം നമ്മൾക്ക് ശരിക്കുമുള്ള റൂൾ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു മെഡിക്കേഷൻ്റെ ബ്രാൻഡ് നെയിം ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്യണം. ജനറിക് നെയിം ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് സ്മോൾ ലെറ്ററിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ബ്രാൻഡ് നെയിംസിനകത്ത് വരുന്നതാണ് പനാഡോള്, സിർട്ടക്ക്, ടൈലനോൾ, അതൊക്കെ ബ്രാൻഡ് നെയിമാണ്. ആ മെഡിസിൻസ് എഴുതുവാണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ എഴുതണം. അല്ലാതെ ജനറിക് നെയിംസിലാണ് വന്നിരിക്കുന്നത്, മെറ്റ്ഫോമിൻ അതേപോലെ ജനറിക് നെയിമിലാണ് വരുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്ററിൽ എഴുതണമെന്നാണ് റൂള്. സെക്കൻഡ് വൺ, നമ്മുടെ ഡിസീസ് കണ്ടീഷൻസ്. നമ്മളെല്ലാ ലെറ്ററിലും ഒരു ഡിസീസ് കണ്ടീഷൻ എങ്ങനെയാണെങ്കിലും എഴുതും. നമ്മൾ ഡയഗ്നോസിസ് ആയിട്ടോ അല്ലെങ്കിൽ ഉള്ള കണ്ടീഷനായിട്ടോ എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു ഡിസീസ് കണ്ടീഷൻ എഴുതും. അതപ്പോൾ എങ്ങനെ എഴുതണമെന്ന്. സാധാരണ രീതിയിലുള്ള ഡിസീസ് കണ്ടീഷൻസ് ഒന്നും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാപിറ്റലൈസേഷൻ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ അത് കണ്ടുപിടിച്ച ആളുടെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്യണം. അതായത് പാർക്കിൻസൺസ് ആണ് കണ്ടുപിടിച്ചത്, ആ ആളുടെ പേര് തന്നെയാണ് പാർക്കിൻസൺസ് ഡിസീസ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് അത് ക്യാപിറ്റലൈസ്, അതിൻ്റെ പാർക്കിൻസൺസിൻ്റെ പേര് മാത്രം ക്യാപിറ്റലൈസ് ചെയ്യുക. സാധാ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അപ്പൻഡിസൈറ്റിസ് അങ്ങനത്തെ ഒരു കണ്ടീഷൻസും ഫസ്റ്റ് ലെറ്റേഴ്സ് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസീസ് കണ്ടീഷൻ ഏതെങ്കിലും ഒരാളുടെ നെയിമിലാണ് അറിയപ്പെടുന്നതെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എല്ലാവർക്കും വരുന്ന തെറ്റാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ബോഡി പാർട്സ്, നമ്മൾ ഏതെങ്കിലും ഒരു ബോഡി പാർട്സ്, ഹാർട്ട്, ലിവർ, അങ്ങനെ ഒരു ബോഡി പാർട്ട് എഴുതുവാണെങ്കിൽ അത് സ്മോൾ ലെറ്റേഴ്സ് തന്നെ എഴുതിയാൽ മതിയായിരിക്കും. പിന്നുള്ളതാണ് മെഡിക്കൽ എക്യുപ്മെൻറ്റ് ഒന്ന് എഴുതുമ്പം ക്യാപിറ്റലൈസേഷൻ എഴുതേണ്ട ആവശ്യമില്ല. അൾട്രാസൗണ്ട് എന്ന് എഴുതുവാണെങ്കിൽ സ്മോൾ ലെറ്റർ തന്നെ എഴുതിയാൽ മതി. പിന്നെ നമ്മൾ ക്യാപിറ്റലൈസേഷൻ വരുന്നത് ജോബ് ടൈറ്റിൽസ് എഴുതുമ്പം. ഇപ്പം ഒരു ഡോക്ടർ, അപ്പം അവരുടെ പ്രൊഫഷനെ കാണിക്കുമ്പോൾ നമ്മളെപ്പോഴും ക്യാപിറ്റലൈസേഷൻ ചെയ്യും. ഇപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ആയിരുന്നു, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പം ഹീസ് എ റിട്ടയർഡ് അക്കൗണ്ടൻ്റ് എന്ന് എഴുതും. അപ്പോൾ അതിൻ്റെ അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലൈസ് ചെയ്യണം. ഒരാളുടെ പ്രൊഫഷൻ എപ്പോൾ എഴുതിയാലും ക്യാപിറ്റലൈസേഷൻ ചെയ്യണം. ഇപ്പം ഒരു ഓർത്തോപീഡിക് സർജനെ കണ്ടു, അതൊരാളുടെ പ്രൊഫഷനാണ്, അപ്പം അത് ക്യാപിറ്റലൈസ് ചെയ്യാം. പിന്നെ ഉള്ളതാണ് നമ്മളൊരു ഹോസ്പിറ്റലിലെ നെയിം എഴുതുമ്പം അത് ക്യാപിറ്റലൈസേഷൻ ചെയ്യണം. അത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പം റോയൽ ഹോസ്പിറ്റൽ എന്നാണെങ്കിൽ ആറും എച്ചും ക്യാപിറ്റലൈസേഷൻ ചെയ്യണം. അല്ലാതെ നമ്മളിപ്പോൾ അഡ്മിറ്റഡ് ടു ഹോസ്പിറ്റൽ എന്ന് എഴുതുവാണെങ്കിൽ അത് ക്യാപിറ്റലൈസേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഹോസ്പിറ്റലിലെ നെയിം എഴുതുവാണെങ്കിൽ ആ നെയിം നമ്മൾ ക്യാപിറ്റലൈസേഷൻ എഴുതണം. പിന്നെ ഒരു പ്ലേസ് എഴുതുമ്പോൾ നമ്മളിപ്പോൾ റീഡേഴ്സ് അഡ്രസ്സിൽ അവർ അഡ്രസ്സ് മുഴുവൻ കാണും, ഒരു പ്ലേസും സ്ഥലവും, അങ്ങനെ കുറേ അഡ്രസ്സിന് അത് ഡീറ്റെയിൽസ് ഉണ്ടാകും. അതിൽ ഫസ്റ്റ് ലെറ്റേഴ്സ് എല്ലാം ക്യാപിറ്റലൈസ് ചെയ്യണം. വിച്ച് മീൻസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ എന്നാണ് എഴുതുന്നതെങ്കിൽ C ക്യാപിറ്റൽ, H ക്യാപിറ്റൽ, C ക്യാപിറ്റൽ. അതേപോലെ ഓരോ വേർഡ്സിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ക്യാപിറ്റലൈസ് ചെയ്യണം. റീഡേഴ്സ് അഡ്രസ്സിലെ എല്ലാ പ്ലേസും, ഇപ്പം ഓസ്ട്രേലിയ എന്ന് എഴുതുവാണെങ്കിലും അതും ക്യാപിറ്റലൈസ് ചെയ്യണം. നെക്സ്റ്റ് വൺ, ഹോളിഡേ മന്ത്സ്. നമുക്ക് എല്ലാ ലെറ്റേഴ്സിനും മന്ത് എഴുതാൻ കാണും. ടുഡേയ്സ് ഡേറ്റിനകത്ത് വരുമ്പോൾ 17 സെപ്റ്റംബർ എന്നാണ് എഴുതുന്നതെങ്കിൽ SC ക്യാപിറ്റൽ. എവിടെ നമ്മൾ മന്ത് എഴുതിയാലും ക്യാപിറ്റലൈസ് ചെയ്യണം. പിന്നെ വീക്ക് ഡേയ്സ്, അതായത് സൺഡേ, മൺഡേ അങ്ങനത്തെ ഡേയ്സ് എഴുതുമ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യണം. പിന്നെ ഉള്ള ഒന്നാണ് ഹോളിഡേയ്സ്. നമ്മളിപ്പം ക്രിസ്മസ് ഡേ, അങ്ങനെ ഓരോ ഹോളിഡേ എഴുതുമ്പോൾ അതും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്യണം. സീസൺസ് വരുമ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഹോളിഡേയ്സ് മാത്രമേ ക്യാപിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമുക്കുള്ള ഒന്നാണ് താഴെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ലെറ്റർ എഴുതുമ്പോൾ ലാസ്റ്റ് യുവേഴ്സ് സിൻസിയർലിയുടെ Y മാത്രമേ ക്യാപിറ്റലുള്ളൂ, സിൻസിയർലിയുടെ S ക്യാപിറ്റൽ അല്ലായിരിക്കും. അവിടെ ഇപ്പോൾ ഫെയ്ത്ത്ഫുള്ളി ആണ് എഴുതുന്നതെങ്കിൽ പോലും യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളിയുടെ F സ്മോൾ ആയിരിക്കണം, Y മാത്രം ക്യാപിറ്റലൈസ് ചെയ്താൽ മതി. പിന്നെ ക്യാപിറ്റലൈസേഷൻ എവിടെ വരുന്നത്, നമ്മൾ സാധാ പോലെ എഴുതുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞുള്ള ഒരു സെൻറ്റൻസ് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞ് അടുത്ത സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റലൈസേഷൻ ചെയ്യണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, പേഷ്യൻ്റ് നെയിം എപ്പോഴും ക്യാപിറ്റലൈസേഷൻ ചെയ്യണം. അതായത് ഫസ്റ്റ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ
എപ്പോഴും ക്യാപിറ്റലൈസേഷൻ ചെയ്യണം. പിന്നെ ഒരു സിനാരിയോ കാണിക്കുമ്പോൾ ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ അങ്ങനെയൊക്കെ പറയുമ്പം ഡി ക്യാപിറ്റൽ, ഓരോ സിനാരിയോയുടെ ഫസ്റ്റ് ലെറ്റേഴ്സ് ക്യാപിറ്റലൈസ് ചെയ്യാം. അതാണ് മെയിനായിട്ടുള്ള നമ്മൾ OET ലെറ്ററിൽ ഫോളോ ചെയ്യുന്ന ക്യാപിറ്റലൈസേഷൻ റൂള്. ഫസ്റ്റ് വൺ, മെഡിക്കേഷൻ വരുവാണെങ്കിൽ ബ്രാൻഡ് നെയിം ആണെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ചെയ്യുക, ജനറിക് നെയിം ആണെങ്കിൽ ക്യാപിറ്റലൈസേഷൻ വേണ്ട. ഡിസീസ് കണ്ടീഷൻ ഏതെങ്കിലും ഒരാളുടെ പേരിൽ അറിയപ്പെടുന്ന ഡിസീസ് ആണെങ്കിൽ ക്യാപിറ്റലൈസേഷൻ വേണം, അല്ല എന്നുണ്ടെങ്കിൽ ക്യാപിറ്റലൈസേഷൻ വേണ്ട. ബോഡി പാർട്സ് ക്യാപിറ്റലൈസേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എക്യുപ്മെൻറ്റ്സ് ക്യാപിറ്റലൈസേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് എഴുതുവാണെങ്കിൽ, എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ഇയും ഡിയും ക്യാപിറ്റലൈസേഷൻ ചെയ്യണം, അത് ചെയ്യേണ്ടതാണ്. പിന്നെ ഒരാളുടെ ജോബ് ടൈറ്റിൽസ്, അതായത് ഒരാൾ പ്രൊഫഷൻ കാണിക്കുവാണെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ചെയ്യണം. ഹോസ്പിറ്റലിൻ്റെ നെയിം എഴുതുവാണെങ്കിൽ ക്യാപിറ്റലൈസേഷൻ ചെയ്യണം. റീഡേഴ്സ് അഡ്രസ്സ് എഴുതുമ്പോൾ ക്യാപിറ്റലൈസേഷൻ ചെയ്യണം. പിന്നെ ഹോളിഡേയ്സ്, മന്ത്സ് ആൻഡ് വീക്ക് ഡേയ്സ്, ഇത് മൂന്നും ക്യാപിറ്റലൈസേഷൻ ചെയ്യണം. സീസൺസ് ക്യാപിറ്റലൈസേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. താഴത്തെ യുവേഴ്സ് സിൻസിയർലി ഓർ ഫെയ്ത്ത്ഫുള്ളിയുടെ വൈ മാത്രം ക്യാപിറ്റലൈസേഷൻ ചെയ്യുക. ഇത്രയുമാണ് നമ്മുടെ ബേസിക്സ് ഓഫ് ക്യാപിറ്റലൈസേഷൻ OET റൈറ്റിംഗ് എന്ന് പറയുന്നത്. താങ്ക് യു.